ഹായ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2024 പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പോവാണ്. വിത്ത് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് മാത്രം, ബേസിക് നോളജും ലോജിക്കും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഈ സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് പാർട്ടായിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഭാഗത്തിലോട്ട് കിടക്കാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിന് ആൻസർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ ക്വസ്റ്റ്യനും പോസ് ചെയ്ത് ആൻസർ ചെയ്യാൻ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ തോട്ടൊന്നും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ഹൗ മെനി ഓഫ് ദ എബോ ഹാവ് പോയിസണസ് സ്പീഷീസ് എമംഗ് ദം? ഇപ്പോൾ ഇവർക്കിടയിൽ പോയിസണുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഒരുപാട് തരം ബട്ടർഫ്ലൈ ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു തരത്തിന് അല്ലെങ്കിൽ ഒരു ഇനത്തിന് പോയിസൺ ഉണ്ടായാൽ മതി. ഫിഷിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പഫർ ഫിഷ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് അല്ലെങ്കിൽ ഒരു തരത്തിന് മതി. ഫ്രോഗിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് സിമ്പിളി എന്ത് ചെയ്യും, ഇത് മൂന്നും നമ്മുടെ ലോജിക്ക് വെച്ച് ശരിയാണെന്ന് വെക്കാൻ പറ്റും. പക്ഷെ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഒരാൾ എന്ത് ചിന്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ബട്ടർഫ്ലൈയും അല്ലല്ലോ, എല്ലാ ഫിഷും അല്ലല്ലോ, അങ്ങനല്ല ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഓൾ എന്ന് പറഞ്ഞ് എഴുതി അവർ വെച്ചേനെ, സ്പെസിഫിക് ആയേനെ. സോ ഈ ക്വസ്റ്റ്യൻ വളരെ ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനെ അങ്ങനെ രീതിയിൽ ആൻസർ ചെയ്യാനാണ് ഏറ്റവും നല്ല മാർഗം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോകാം. ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് ആപ്പിൾ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞേക്കുന്നത്. ഡസ് നോട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീവേഡ്. നമുക്കതിലോട്ട് വരാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഇൻ ഇന്ത്യ ദ ലോ പ്രൊഹിബിറ്റ് ദ ഇമ്പോർട്ട് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് വിത്തൗട്ട് അപ്രൂവൽ ഓഫ് കോമ്പീറ്റൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ അതോറിറ്റിയുടെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അതോറിറ്റിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഇമ്പോർട്ട് എന്നാണ്. ഇമ്പോർട്ട് ചെയ്യുന്നേ ഇല്ലെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരാൾ ഒരു 5 കിലോ ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാത്ത ആപ്പിളുകളും ഇല്ലേ, അപ്പോൾ അത് ഇറക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു? മനസ്സിലായോ? ആരെങ്കിലും ഒരാൾ ഒരു 5 കിലോ ഇറക്കിയാൽ അത് ഓക്കെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. അപ്പം തന്നെ നമ്മൾ ആൻസറിലോട്ട് ജമ്പ് ചെയ്തെത്തും. ഡി. ഇത്രയും സിമ്പിളാണിത്. നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ പതിയെ പ്രാക്ടീസ് ചെയ്ത് വീഡിയോസ് കണ്ട് ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ തോട്ട് ആയി വരും. അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോകാം. ഇവിടെ ചോദിച്ചേക്കുന്നത് കറക്റ്റ് ആൻസറാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് വായിക്കും. ആസ് പെർ ദ ആർട്ടിക്കിൾ 368 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ പാർലമെൻറ്റ് മേ അമെൻഡ് എനി പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ്. ഓക്കെ, അതായത് അമൻഡ്, ഇവിടുത്തെ കീവേഡ് എന്ന് വെച്ചാൽ ഈ അമൻഡ് എന്നുള്ള ആൾക്കാർ ഈ 368 അങ്ങ് പോയി ആലോചിക്കാൻ തുടങ്ങും. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് അറിയാവുന്നവർക്ക്. പക്ഷെ നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ അമെൻമെൻ്റ് എന്ന് വെച്ച് ഈ വാക്കൊന്ന് വയ്ക്കേ, അതിൻ്റെ മലയാളം തന്നെ ഭേദഗതി എന്നാണ്. സോ നമുക്ക് ഒരു സാധനം ഭേദഗതി എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാമെന്നാണ്. ഒരെണ്ണം ഇനി ഇത് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വായിച്ച് നോക്കാം. അഡീഷൻ, നമുക്ക് ഒരെണ്ണം അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം വരച്ചാൽ അത് നമ്മൾ അമെൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്തില്ലേ ഈ രൂപത്തിൽ. ഓക്കെ. സെക്കൻഡ്, വേരിയേഷൻ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വേരിയേഷൻ വരുത്തുകയാണല്ലോ, അതും ചേഞ്ച് ചെയ്തതായിട്ടുള്ളതാണ്. റിപ്പീൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സാധനം എടുത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതാക്കി എങ്കിൽ എന്ത് ചെയ്യണം, അത് ഓക്കെയാണ്. ആ വേർഡ് വെച്ചിട്ട് ഇതെല്ലാം ഓക്കെയാണ്. ഇത് മൊത്തം, ഇത് 3 ഓക്കെയാണ്. സോ നമ്മുടെ ആൻസർ ഡി ആണ്. അത്രയ്ക്ക് സിമ്പിളാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ അകത്തോട്ട് പോവാം. വിച്ച് ഓഫ് ദ എബോ കൺട്രീസ് ആർ frequently mentioned in media for their low birth rate, raging population or declining population എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടുന്ന് ലോ ബർത്ത് റേറ്റിലും ഡിക്ലൈനിങ് പോപ്പുലേഷനും ഉള്ളൊരു രാജ്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ രാജ്യം എങ്ങനത്തെ രാജ്യമായിരിക്കും? ഡെവലപ്ഡ് രാജ്യമായിരിക്കും. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റി? ബിക്കോസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണെങ്കിലും പണ്ടൊക്കെ നമുക്ക് ഒരു വീട്ടിൽ 10 കുട്ടികളൊക്കെ ആയിരുന്നു. നമുക്ക് വിദ്യാഭ്യാസം കുറച്ച് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളായപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിക്ലൈനിങ് പോപ്പുലേഷനാണ് സംഭവിച്ചത്. അപ്പം നമുക്ക് ആ ഒരു അറിവിൽ നിന്ന് ഇവിടോട്ട് വന്നിട്ട് എന്താ ചിന്തിക്കാൻ പറ്റും? ഇതിനകത്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് എന്താ പറയുന്നത് ഇതിനകത്ത് ഉത്തരം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടെത്താണ് ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളേതാണ്. ഈ നൈജീരിയ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഇവിടെ അത്രയ്ക്കും വലിയ വികസനം വന്നിട്ടില്ല, പോപ്പുലേഷൻ്റെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് വരുന്നതെല്ലാം കട്ട് ചെയ്യാൻ പറ്റും. 3 വരുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. മറിച്ച് ഇനി നമ്മളുള്ള 1, 2, 4 എന്ന് പറയുന്നതാണുള്ളത്. അപ്പം ജപ്പാനും ഇറ്റലിയും കുറച്ച് വികസിത രാജ്യമാണെന്നറിയാം. അത് തന്നെയല്ല, ഇറ്റലിയുടെ കേസിൽ കൊറോണ വന്നപ്പോഴത്തേക്കിന് കുറേ വയസ്സായിട്ടുള്ള ആൾക്കാർ മരിക്കുന്നു. ഇറ്റലി വയസ്സായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് പ്രതിരോധശേഷി ഇല്ലാത്തതെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. സോ അങ്ങനെയാണ് 1ഉം 2ഉം നമുക്ക് ശരിയായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് 1ഉം 2ഉം ഉള്ള ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. സോ
നമുക്ക് 4 അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 1ഉം 2ഉം എടുക്കാൻ പറ്റും. ജപ്പാൻ ഓൾറെഡി നമുക്കറിയാൻ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് വിശദീകരിക്കാഞ്ഞത്. എഗെയിൻ നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തണം. ഇവിടെ നോട്ട് കറക്റ്റ് എന്നാണെങ്കിൽ നമ്മളെല്ലാം ചെയ്തു വരികയും ചെയ്യും, അവസാനം നമ്മൾ നോക്കാതെ ടിക്ക് ഇടുകയും ചെയ്യും, നമ്മൾ ഉത്തരം തെറ്റിപ്പോവുകയും ചെയ്യും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. വിത്ത് റെഫറൻസ് ടു സ്പീക്കർ ഓഫ് ലോക്സഭ. സോ ലോക്സഭയിലെ സ്പീക്കറിനെ കുറിച്ചാണ് ചോദ്യം പറയാൻ പോകുന്നത്. എനി റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ഓഫ് സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് അണ്ടർ കൺസിഡറേഷൻ. സോ അയാളുടെ റിമൂവൽ കൺസിഡറേഷൻ നിൽക്കുകയാണ്. സോ റിമൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമല്ല. കാരണം ടെന്യൂറ് തീർന്ന അയാൾ ഒന്നെങ്കിൽ അയാൾ പോവും, അല്ലെങ്കിൽ രാജിവെച്ച് പോവും. ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നടക്കുന്ന പരിപാടി. പക്ഷേ റിമൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്തോ തെറ്റ് കാണിച്ചാൽ അയാളെ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനത്തെ എന്തോ ഒരു ഗെയിം ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ വായിക്കാം. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്നാണ്. ഹി ഓർ ഷീ ഷാൾ നോട്ട് പ്രിസൈഡ്. അയാൾ പ്രിസൈഡ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അതൊരു നമുക്ക് ലോജിക്കലി ആലോചിക്കുമ്പോൾ ശരിയായിട്ട് തോന്നും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ അയാൾ തന്നെ പ്രിസൈഡ് ചെയ്ത് സാധനങ്ങളൊക്കെ കേൾക്കുന്നത് എങ്ങനെയാണ്, അത് ലോജിക്കലി അപ്പോഴത്തേക്കിന് ഇതിനൊരു സെൻസ് ഉണ്ട്, അവിടെ വെച്ചേക്കാം. രണ്ടാമത്തെ, ഹി ഓർ ഷീ ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക്. അയാൾക്ക് സംസാരിക്കാനുള്ള അധികാരം ഇല്ലെന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറ്റം ചെയ്ത ആൾക്ക് പോലും കോടതിയിൽ സംസാരിക്കാൻ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു പോസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അയാൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോ ഇത് ലോജിക്കലി ഭയങ്കരമായിട്ട് തെറ്റായിട്ടുള്ളൊരു കാര്യമായി പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതും കട്ട് ചെയ്ത് നേരെ ആൻസറിൻ്റെ അകത്തോട്ട് നമുക്ക് എത്താൻ പറ്റും. മൂന്നാമത്തെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഹി ഓർ ഷീ ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു വോട്ട് ഓൺ ദ റെസൊല്യൂഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. ആദ്യത്തെ അവസരത്തിൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ആക്ച്വലി അയാളൊരു MP അല്ലേ, അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല MP എന്നുള്ള നിലയ്ക്ക്. സോ അങ്ങനെ എടുത്താൽ തന്നെ ഇത് നമുക്ക് ഓക്കെ ലോജിക്കൽ, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇത് തെറ്റാന്ന് എടുത്തു, നമ്മൾ ഉത്തരത്തിൽ എത്തി, എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ഇതും കൂടെ തെറ്റാണോ അല്ലയോ എന്ന്. സോ അങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്താണ്, ഇത് തെറ്റാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി നമ്മുടെ ആൻസറിലോട്ട് എത്താൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ, ഹൗ മെനി ഓഫ് ദ എബോവ് ആർ പ്രൊഡക്ട്സ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വത വിസ്ഫോടനത്തിനകത്തു നിന്നുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഈ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് വെക്കുമ്പോഴത്തേക്കിന് അതൊരു ബ്രോഡായിട്ടുള്ള കാര്യമില്ല. അതായത് അതിൻ്റെ അകത്ത് 10-20 സാധനങ്ങളാണ് വരുന്നത്. എന്തുമാത്രം സാധനങ്ങൾ വരും, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികം എന്ന് പറയാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് വരും. കാരണം ഭൂമിക്കടി എന്തൊക്കെയുള്ളതെന്ന് നമ്മളിപ്പോഴും വ്യക്തമായിട്ട് നമുക്ക് മൊത്തം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇനി ഓപ്ഷൻ്റെ അകത്തോട്ട് പോകാം. ആഷ് ആൻഡ് ഡസ്റ്റ് സ്വാഭാവികമല്ലേ, അത് നമുക്ക് കൂടുതൽ ആലോചിക്കുക പോലും ചെയ്യേണ്ട. വോൾക്കാനിക് ഇറപ്ഷൻ്റെ അകത്ത് അതുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അടുത്ത മൂന്നാമത്തെ നോക്കിയാൽ നൈട്രജൻ കോമ്പൗണ്ട്സ്. ഈ ഒരു വാക്ക് ശ്രദ്ധിച്ച്, കോമ്പൗണ്ട്സ്. സോ നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഇങ്ങനൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. നൈട്രജൻ്റെ ഏതോ ഒരു കോമ്പൗണ്ട് കാണും. നൈട്രജൻ്റെ എത്രയോ കോമ്പൗണ്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഒരു സാധനം നടക്കുന്ന ഒരു ബ്രോഡായിട്ടൊരു സാധനമാണ്, ഒരു വലിയ കാര്യമാണ്. എന്താ പറയുക, ഒരു വലിയ അളവിൽ നടക്കുന്ന ഒരു സാധനമാണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻ. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകത്തില്ല സ്വാഭാവികമായിട്ടും. ഓക്കെ, അടുത്തത് നോക്കിയേ, നാലാമത്തെ സൾഫർ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. ഇനി അടുത്ത ഒന്നാമത്തെ നോക്കിയേ, പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ്. സോ നമ്മളിത് ചിലപ്പോൾ കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും. പക്ഷേ നമ്മൾ ഈ പ്രോസസ്സ് എന്താണ്, ഇതൊരു ബ്രോഡായിട്ടുള്ളതാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല, അത്രയ്ക്കുമുള്ള സാധനങ്ങളുണ്ട്. സോ ഇതുണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല. നമുക്കറിയാത്തതുകൊണ്ട് ഇതിനകത്ത് ഇല്ല എന്ന് വിചാരിക്കില്ല. സോ നമുക്കറിയാത്ത ഒരുപാട് സാധനങ്ങളും ഇത് ഇറപ്റ്റ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ കാരണം ഇത് ബ്രോഡായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് നമുക്ക് പോസിറ്റീവ് അപ്രോച്ചിൽ ശരിയായിട്ട് എടുക്കാൻ പറ്റും. സോ നമ്മുടെ ആൻസർ D ആണ്. സോ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ബ്രോഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സോ നമുക്കറിയാത്തത് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാത്ത, അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എന്താണ്, ഇതിനകത്ത് കൂടുതലാണ്. അപ്പം നമ്മൾ അങ്ങനെയും അതിനെ സാറ്റിസ്ഫൈ ചെയ്തു. സോ നമുക്ക് ആ ലോജിക്കും വെച്ച് ഇത് ശരിയാണെന്ന് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ചോദ്യം നോക്കാം. റീസെൻ്റ്ലി Venezuela has achieved rapid recovery from its economic crisis and succeeded in preventing its people from emigrating to other countries എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് 2-3 കീവേഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ റാപ്പിഡ് എന്നാണ്. റാപ്പിഡ് എക്കണോമിക് ക്രൈസിസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്കണോമിക് ക്രൈസിസിൽ നിന്ന് അവർ റാപ്പിഡായിട്ട് റിക്കവറായി.
നമുക്കറിയാം കൊറോണ വന്നപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ റാപ്പിഡായിട്ട് എക്കണോമിക് ക്രൈസിസിന് എങ്ങനെ നമുക്ക് റിക്കവർ ആകാൻ പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? അപ്പോൾ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റാണ്, നമുക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്കത് തെറ്റാന്ന് നമ്മുടെ ബേസിക് നോളജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, സക്സീഡഡ് ഇൻ പ്രിവെൻറ്റിംഗ് എന്ന് പറയുന്നത്, സക്സീഡഡ് ഇൻ പ്രിവെൻറ്റിംഗ് ഇറ്റ്സ് പീപ്പിൾ ഫ്രം ഫ്ലീയിങ് ടു അതർ കൺട്രീസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ നിന്ന് UK താമസിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, പിന്നെ അവിടെ സ്ഥിരതാമസമാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കേസ് നമ്മളൊന്ന് എടുത്തു നോക്കിയേ, ഒരാളെങ്കിലും ഇവിടുന്ന് വെളിയിൽ പോയാൽ മതി, അപ്പോൾ ഇത് തെറ്റിയില്ലേ? മനസ്സിലായോ? അപ്പം ഇത് രണ്ട് രീതിയിൽ നോക്കാതെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ആൻസർ ഡിയിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും ഇത് തെറ്റാന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇത് അറിയേണ്ട ആവശ്യം പോലും ഇല്ല ഇവിടെ, ഇത് ശരിയാണോ ഇല്ലയോ എന്ന് പോലും. നമുക്ക് ഇത് നോക്കിയാൽ ഇതിന്, കാരണം ഇത്രയും കീവേഡ്സുകൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഈ കീവേഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് തെറ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ചിലർ വന്നിട്ട് ഇവിടെ നിന്ന് ആലോചിക്കുക, അതുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം. ഈ മേളത്തെ ഉള്ള സാധനം ഇത് തെറ്റിക്കാനുള്ള ഇത്രയും സാധനം തന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഇത്രയും കീവേഡ്സ്, ഇത്രയും ചിന്തിക്കാനുള്ള ഒരു അവസരം അവർ തന്നിട്ടുണ്ട്. സോ അറിയാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആലോചിച്ച് നമുക്ക് ലോജിക്ക് ഇടാവുന്ന സാധനം നമ്മൾ കാണാതെ പോകരുത്. പലരെയും തെറ്റിപ്പോയത് ഇങ്ങനെ ആയിരിക്കാം. സോ ഇത്ര സിമ്പിളാണിത്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ഏതൊക്കെയാണ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാകത്തുള്ളൂ. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകത്തില്ല, അത് വളരെ പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കണ്ട് അത് മനസ്സിലാക്കുകയൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്ന് തന്നെ ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ചെയ്തു, അതായത് 14 മാർക്കിനുള്ള ഇന്ന് തന്നെ ചെയ്തു. ഇനി വരും ദിവസങ്ങളിൽ അടുത്ത ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബാക്കി ക്വസ്റ്റ്യൻസുകൾ. നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കണം, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് കൂടുതലായിട്ട് നന്നായിട്ട് വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.